ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നവ്യയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ടല്ലോ. നവ്യയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നെ കനകയ്ക്കാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അഭി ഒത്തിരി മാറി, അഭിക്ക് ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു ദിവസം അഭി ഇങ്ങനെ നവ്യനെ കാണാൻ വേണ്ടി വരുമ്പം നവ്യ അഭിനെ കണ്ട് ഒരുപാട് സംസാരിക്കുകയും അതെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ കൂടെ റൂമിലോട്ട് കയറി പോകുമ്പോൾ അഭി നവ്യയോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം, കുഞ്ഞിനെ നമുക്ക് നന്നായിട്ട് വളർത്തണം, എനിക്ക് ആ കുഞ്ഞ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം നവ്യ ഇതൊക്കെ അഭിയുടെ വായിൽ നിന്ന് കേട്ടിട്ട് ഒരുപാട് കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിയുടെ ഈ മാറ്റത്തെ ഏറെ സന്തോഷത്തോടെയാണ് നവ്യ കാണുന്നത്. ഈ സമയത്താണ് കനക നമ്മുടെ അഭിനെയും നവ്യനെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ അഭി എല്ലാവരുടെയും കൂടി ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കുക കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അഭി എല്ലാവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ പോകാൻ ഒരുങ്ങിയാണ്. ഈ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അഭിയേട്ടാ എനിക്കും കൂടി ഒന്ന് പുറത്തു വരണം, പുറലോകമൊക്കെ കണ്ടിട്ട് കുറേ കാലമായി, അതുകൊണ്ട് അഭിയേട്ടൻ എന്നെയും കൂടി ഒന്ന് പുറത്തുകൂടി കൊണ്ടുപോകണം, ഞാനും കൂടെ വരുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അഭിയാണെങ്കിൽ നല്ല സൗമ്യതയോടെ പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ കൊണ്ടുപോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെയും കൂട്ടിയിട്ട് അഭി പുറത്തോട്ട് കാറിന് പോകുക കേട്ടോ. അങ്ങനെ പുറത്തോട്ട് പോകുന്ന വഴി നവ്യ പറയുന്നുണ്ട്, അഭിയേട്ടാ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു, എനിക്കൊരു ഐസ്ക്രീം മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, അതിനെന്താ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് അഭി പുറത്തോട്ട് ഇറങ്ങി പോവുകയാണേ. അങ്ങനെ കാറിലിരിക്കുന്ന നവ്യ മൊബൈലിൽ ചാർജർ കുത്താൻ വേണ്ടിയിട്ട് ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഡ്രോ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരു മൊബൈൽ ഇരിക്കുന്ന കാണും. ഈ കാണുന്ന സമയത്ത് നവ്യ ആ മൊബൈൽ എടുത്ത് ഓപ്പൺ ആക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആ മൊബൈലാണെങ്കിൽ ഓപ്പൺ ആകുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓപ്പൺ ആകാതെയൊക്കെ ഇരിക്കുമ്പോൾ നവ്യയ്ക്ക് ആകെ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ആ നവ്യ അഭി പോലും അറിയാതെ ആ മൊബൈൽ എടുത്ത് നവ്യയുടെ ബാഗിനകത്ത് ഇടുന്നുണ്ട്. അങ്ങനെ അഭിയും നവ്യയും പുറത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ പാർക്കിലൊക്കെ പോയി നല്ല രീതിയിൽ പോവുക കേട്ടോ. ഈ അഭിയാണെങ്കിൽ നവ്യയുടെ കയ്യിലാണ് ഈ ഫോണെന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ല. നവ്യയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്, ഫോണിൽ ഇനി എന്താണെന്നൊക്കെ അറിയാനുള്ള ടെൻഷനുണ്ട്. എന്നിരുന്നാലും അഭിയുടെ കൂടെയുള്ള സമയത്ത് നവ്യ നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അവരുടെ ഈ ചുറ്റലും യാത്രയെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നവ്യ നയനേനെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അബിയുടെ ഡ്രോയിൽ നിന്ന് കാറിൻ്റെ ഡ്രോയിൽ നിന്ന് ഒരു ഫോൺ കിട്ടി. അത് ഓണാക്കാൻ നോക്കിയിട്ട് ഓണാകുന്നില്ല, അതിലെന്തൊക്കെയോ കള്ളത്തരമുണ്ട്, അതാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്, നമുക്കത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട്, നവീശി അത് ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് ഓപ്പൺ ആകുന്നില്ലല്ലോ, നമുക്കെന്തായാലും അതോ ഇനി അധികം ഒന്നും പണിയാൻ നിൽക്കണ്ട, ചിലപ്പോൾ ആ മൊബൈലിന് എന്തെങ്കിലും പറ്റും, നമുക്കത് നന്ദുവിൻ്റെ ഒരു ഫ്രണ്ടില്ലേ, ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു നോക്കാം, അവരത് ഓപ്പൺ ആക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന നവ്യനെയും കൂട്ടി മൊബൈൽ സ്റ്റോറിലോട്ട് പോകുക കേട്ടോ. അങ്ങനെ മൊബൈൽ സ്റ്റോറിൽ ചെല്ലുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അവിടുത്തെ സെയിൽസ്മാനോട് പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു പഴയ മൊബൈലാണ്, ഇത് ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടൊന്നും പറ്റുന്നില്ല, ഇതിൻ്റെ പാസ്വേഡ് എല്ലാം മറന്നുപോയി, ഇത് ഞാൻ എനിക്ക് ഓപ്പൺ ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കുറേ നേരമായി ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കുന്നു, പക്ഷേ ഇതിൻ്റെ ലോക്കും പാസ്വേഡും എല്ലാം മറന്നുപോയതുകൊണ്ട് എനിക്കിതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഓപ്പൺ ആക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ മൊബൈൽ സ്റ്റോറിലുള്ള ആ പയ്യൻ മൊബൈൽ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോഴൊന്നും ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ പിന്നെ മനസ്സിലാവുന്നുണ്ട് മൊബൈലിൽ ചാർജ് ഇല്ലെന്ന്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, ഇത് ചാർജ് ഇല്ലല്ലോ, ഇത് ചാർജ് ചെയ്താലേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, അതിന് കുറച്ച് സമയമെടുക്കും, ഫോൺ കുറേ കാലമായാലേ ഉപയോഗിക്കാതിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നം, ഇത് കുറച്ച് സമയമെടുക്കും, അതുവരെ നിങ്ങൾ കാത്തു നിൽക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അയ്യോ അത് പറ്റില്ല, ഞങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, എൻ്റെ നമ്പർ എഴുതിയെടുത്തോളൂ, എന്നിട്ട് പിന്നെ ഫയലൊക്കെ അതിനകത്തോട്ട് അയച്ചു തന്നാൽ മതി, അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഫോൺ ശരിയാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയും നയനയും അവിടുന്ന് പോവുകയാട്ടോ. അങ്ങനെ നവ്യയും നയനയും മൊബൈൽ സ്റ്റോറിൽ നിന്ന് പോയി കുറച്ച് കഴിയുമ്പോൾ തന്നെ മൊബൈൽ സ്റ്റോറിലെ ആയ പയ്യൻ ആ മൊബൈലിലെ ഡീറ്റെയിൽസ് എല്ലാം നവ്യയുടെ ഫോണിലേക്ക് അയക്കുകയാണ്. ആ മെസ്സേജൊക്കെ കാണുമ്പോഴത്തേക്ക് നവ്യ ആകെ ഞെട്ടുകയാട്ടോ. കാരണം നവ്യ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും അല്ല അതിനകത്തുണ്ടായിരുന്നത്, അത് നവ്യക്കിട്ട് തന്നെയുള്ള പണികളായിരുന്നു. നവ്യ ഫോണിൽ നോക്കുമ്പോൾ നവ്യ നേരത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഫോട്ടോകളുടെയൊക്കെ ഡീറ്റെയിൽസാണ് അതിനകത്ത് കാണാൻ കഴിഞ്ഞത്.
കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നവ്യേനെ ഒരു പയ്യൻ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും നവ്യേനെ സ്നേഹിച്ചിരുന്ന പയ്യനാണെന്ന് പറയുകയും അതുപോലെ തന്നെ ഫോട്ടോകളൊക്കെ അയച്ച് നവ്യേനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അത് കാരണം നവ്യ ഒരുപാട് ടെൻഷൻ അടിക്കുകയും ചെയ്തു. ആ ഫോട്ടോകളൊക്കെ ആട്ടോ നവ്യയ്ക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നവ്യ ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ. കാരണം അഭി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് നവ്യ തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് നവ്യ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നയനയ്ക്കാണെങ്കിലും ഇത് കാണുമ്പോൾ നല്ല ഷോക്കാകുന്നുണ്ട്. പക്ഷേ നയനയ്ക്ക് നേരത്തെ ആണെങ്കിലും അഭിന് ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അതേ ഷോക്കാകുന്നില്ലെങ്കിലും ചേച്ചിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമം തോന്നുകയാണ്. നവ്യയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നയനോട് പറയുന്നുണ്ട്, അബിയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ തന്നെയാണല്ലോ എന്നെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചത്. എൻ്റെ ആ കുഞ്ഞിൻ്റെ അമ്മേനെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചത് സ്വന്തം അപ്പൻ തന്നെയാണല്ലോ. ഇതിൽ കൂടുതൽ വലിയ അപമാനം ഏത് സ്ത്രീക്കാണ് ഉള്ളത് നയനെ? ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ആകെ സങ്കടത്തിൽ ഭയങ്കരമായിട്ട് കരയുകയാട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം നയന നവ്യയോട് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, പഴയ കാര്യങ്ങളൊക്കെ അല്ലേ അത് അന്ന് ചേച്ചി അതിലോർത്ത് ഒരുപാട് വിഷമിച്ചു. ഇനി അതൊക്കെ വിട്ടുകള ചേച്ചി. ഇപ്പം അഭിയേട്ടൻ ഒരുപാട് മാറിയിട്ടുണ്ട്, അഭിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ചേച്ചി അത് നോക്കിയാൽ പോരെ? പണ്ടത്തെ അഭി അല്ലല്ലോ ഇപ്പോഴത്തെ അഭി. ഇപ്പോൾ ചേച്ചിയും കുഞ്ഞെന്ന് പറഞ്ഞാൽ അഭിക്ക് ഒരുപാട് ജീവനാണ്. അങ്ങനെയുള്ള അഭി ഇനി ഇങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല. പഴയതുപോലെയല്ല, ഇപ്പോൾ അഭിക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി കുഞ്ഞെന്ന് പറഞ്ഞാൽ അഭിയുടെ ജീവനാണ്. അത് പോരെ ചേച്ചി നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നയന നവ്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. നവ്യയാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല നയനെ, അവൻ ഒരിക്കലും മാറുകയില്ല. എനിക്ക് ഇത് തന്നെ വേണം. ഞാൻ അവന് ഒരുപാട് മാറിയെന്ന് ചിന്തിച്ചു. അവനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റല്ലേ ഇത്? അവന് അതിൻ്റെ ഒരു കുറ്റബോധമെങ്കിലും എന്നോടുണ്ടാകില്ലേ? അവനെന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുറ്റബോധം കാരണം അവൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ അവൻ ഇതിനെക്കുറിച്ച് എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. അപ്പം അവന് ഇതിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധമില്ലെന്നും എന്നെ സ്നേഹിക്കുന്നില്ലെന്നുമല്ലേ അതിൻ്റെ അർത്ഥം? അവൻ എന്നെ ഒന്നും സ്നേഹിക്കുന്നില്ല. ഇത് എന്തോ അഭിനയമാണ്, എന്തോ കാര്യം സാധിക്കുന്നതിനുള്ള അഭിനയം മാത്രമാണ്. അല്ലാതെ അവൻ എന്നെയോ കുഞ്ഞിനെയോ സ്നേഹിക്കുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഞാനല്ലേ? ഞാൻ ഇത് തന്നെ അനുഭവിക്കണം. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഇത് അനുഭവിക്കണം. അത് അനുഭവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നവ്യ കരയുകയാട്ടോ. ഈ സമയത്താട്ടോ നന്ദു നവ്യനെ ഫോൺ വിളിക്കുന്നത്. നവ്യനെ ഫോൺ വിളിക്കുമ്പം നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നവ്യയോട് നന്ദു പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എൻ്റെ ഫ്രണ്ട് എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. അബിയുടെ എല്ലാ ചെയ്തികളും ഞാൻ അറിഞ്ഞു. ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റുകയില്ല. അബി ഇനി എന്തോരം കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം? എല്ലാ കള്ളത്തരത്തിനും നമ്മളിത് കൂട്ടു നിൽക്കുന്നത് പോലെ തന്നെയാണ്. അബിയെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. പിന്നെ ചേച്ചിയുടെ ജീവിതമല്ലേ ഇങ്ങനെ, അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ എല്ലാത്തിലും താന്നു നിൽക്കുന്നത്. പിന്നെ അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ വരാൻ പോവുകയല്ലേ, അതിൻ്റെ അപ്പനല്ലേ ഒന്നും അല്ലെങ്കിൽ. അതൊക്കെ ഓർത്ത് നമ്മൾ ക്ഷമിക്കുമ്പോൾ പിന്നെയും അവൻ ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ എവിഡൻസ് എല്ലാം വെച്ച് പോലീസിന് ഒരു കേസ് ഫയൽ ചെയ്യാൻ നോക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും നയന സമ്മതിക്കുന്നില്ല കേട്ടോ. നയന പറയുന്നുണ്ട്, അങ്ങനെ അബീനെ കേസൊക്കെ കൊടുത്ത് പിന്നെ ജയിലിലാക്കിയിട്ടോ അങ്ങനെയൊന്നും അബി നന്നാകുന്നൊന്നും ആരും വിചാരിക്കേണ്ട. അബിയെ നന്നാക്കാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അബിയെ നന്നായി സ്നേഹിച്ച് അബിയെ നന്നാക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതിന് നവ്യേശിക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ആദർശേട്ടൻ കണ്ടില്ലേ ഒരുപാട് മാറിയത്? അതുപോലെ തന്നെ നവ്യേശിക്കും അബിയെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് കഴിയും. അതിന് നവ്യേശി ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു കുഞ്ഞൊക്കെ വരാൻ പോവുകയല്ലേ, ആ കുഞ്ഞിൻ്റെ അച്ഛനെ ദയവ് ചെയ്ത് നിങ്ങൾ ജയിലിലൊന്നും കയറ്റണ്ട. നവ്യേശിക്ക് പിന്നെ ആരാണുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നവ്യയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഇനി അവൻ മാറാൻ ശ്രമിച്ചാലും അവൻ്റെ അമ്മ അവനൊരിക്കലും മാറ്റിയെടുക്കാൻ ചെയ്യുകയില്ല. കാരണം അവർക്ക് എപ്പോഴും അവൻ്റെ മകൻ അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് അവനൊരിക്കലും മാറാൻ ശ്രമിക്കുകയില്ല, അത് നടക്കുകയില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നയനയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഈ തെളിവുകളൊന്നും പോയിട്ട് അബിയെ നമുക്ക് പൂട്ടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ക്ഷമിക്കുക. ചിലപ്പം അബിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിലോ ആ മാറ്റം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ക്ഷമിച്ച് കാത്തു നിൽക്കാം. എന്നിട്ടും അവനൊരു മാറ്റവും വരുന്നില്ലെങ്കിൽ നമുക്ക് പോലീസിന് കൊണ്ടുപോയി കേസ് കൊടുക്കാം. ബാക്കി പോലീസുകാരെന്താണെങ്കിൽ തീരുമാനിക്കട്ടെ. നവ്യേച്ചും കുഞ്ഞും കൂടെ സുഖമായിട്ട് ജീവിക്കുക. അല്ലാതെ പിന്നെ ഇപ്പോൾ നമുക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴെന്തായാലും അബിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു എന്നല്ലേ തോന്നുന്നത്. അത് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുക കേട്ടോ.
അങ്ങനെ നവ്യയാണെങ്കിൽ ആ ശരി, അത് അങ്ങനെ തന്നെ നടക്കട്ടെ, എന്തായാലും ഞാനിപ്പോൾ ഒന്നും ആരോടും പറയാനൊന്നും നിൽക്കുന്നില്ല, ഇനി അബി ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നവ്യയ്ക്ക് നല്ല സംശയമുണ്ട്, അബി തന്നെ ചതിക്കുകയാണോ, ഇനി ഇത് വെറും ആത്മാർത്ഥമായ സ്നേഹമല്ലേ, എന്തോ കാര്യങ്ങൾ നേടാനുള്ള സ്നേഹമാണോ എന്നൊക്കെ മനസ്സിലാകെ ടെൻഷനിൽ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്.